ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഇമ്രാൻ. ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കരീനഗറിലെ ഏറ്റവും പ്രശസ്തമായിട്ടൊരു ഫോർട്ടിലേക്കാണ്. ഈ ഫോർട്ടിൻ്റെ പേരാണ് എലഗണ്ടൽ ഫോർട്ട്. ഇനിയുള്ള വിശേഷങ്ങൾ നേരിട്ടുള്ള കാഴ്ചകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിലേക്ക് അകത്തേറാനുള്ള വഴി നിങ്ങൾ കാണുന്നുണ്ടോ? ഹൈറ്റ് വളരെ 6 അടി ആയതുകൊണ്ട് കുനിയാനുള്ള ബുദ്ധിമുട്ട്. ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. 3-4 ഓട്ടോ കയറി ഇറങ്ങി നിന്നും കാത്തു നിന്നും ഹിസ്റ്ററിയോട്ടുള്ള ക്യൂരിയോസിറ്റി കാരണമാണ് ഇങ്ങനെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പണ്ട് നിസാമുകൾ ഭരിച്ച ഒരു കിങ്ഡമായിരുന്നു. പീരങ്കി പോലത്തെ പണ്ട് യൂസ് ചെയ്ത വെപ്പൺസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഓരോ കവാടങ്ങൾ ഞാനിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഹൈദരാബാദിലെ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ചെറിയൊരു വൈബ് കിട്ടുമെങ്കിലും അവിടുത്തെ പോലെ അത്ര തിരക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. ഇത് കൂടുതലൊരു ഐസൊലേറ്റഡ് ഏരിയയാണ്. ചുരുക്കം ചേർന്ന ആൾക്കാർ മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാറ് എന്നേ ഉള്ളൂ. ഇവിടുത്തെ സ്റ്റാഫൊക്കെ കണ്ടതിന് ശേഷം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയത്. ടിക്കറ്റ് റുപ്പീസ് 20 രൂപയായിരുന്നു. എന്താണ് സീനറി! അപ്പോൾ ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് എലഗണ്ടൽ ഫോർട്ടിനെ പറ്റി. അതെന്താ നമുക്കൊന്ന് കാണാം. നിസാമുകൾ ഭരിച്ചൊരു ഫോർട്ട് ആയിരുന്നു ഇത്. കാലാകാലങ്ങളിൽ ഓരോ രാജാക്കന്മാർ മാറി വന്ന് അവസാനത്തെ നിസാമിൻ്റെ പേരാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കുന്നത്. പുള്ളിയുടെ പേരാണ് മെഹബൂബ് അലി ഖാൻ. ഇനി മുന്നോട്ടുള്ള യാത്രയെല്ലാം ഫുഡ് സ്റ്റെപ്സാണ്. ട്രക്കിങ്ങിനോടുള്ള അഡ്വഞ്ചറസ് മെൻറ്റാലിറ്റി കാരണമാണ് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള സെക്കൻഡ് റീസണായിട്ട് നാം കാണുന്നത്. ഇനി എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇവിടുത്തെ ഓരോ വിഷ്വൽസും വളരെ അടിപൊളിയാണ്. ആ വീഡിയോയിൽ കണ്ടതിനേക്കാളും നേരിട്ട് കണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു എനർജി സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഐ ആം സാറ്റിസ്ഫൈഡ്. അകത്ത് കുരങ്ങന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട് എന്നെ ബാഗൊന്നും എടുക്കാനായിട്ട് അനുവദിച്ചില്ല. ദാണ്ട ഒരു കുരങ്ങ ഇങ്ങനെ ചാടി അല്ലെങ്കിൽ എപ്പോൾ അക്രമാസക്തമാണെന്നറിയില്ല. പ്രകൃതി നമുക്കായി കാണാനായിട്ട് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്നത് അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുന്നോട്ടുള്ള യാത്ര മൊത്തം വിജനതയോടെയാണ്. നേരത്തെ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. അവരും പിന്നെ ഇവിടുന്ന് ഇറങ്ങി തുടങ്ങി. കുരങ്ങന്മാരുടെ ശല്യം കാരണം ഫോൺ എടുക്കുന്നതിനെ പറ്റി 1-2 തവണയൊക്കെ ആലോചിച്ചിരിക്കുന്നു. എന്ത് രസകരമായിട്ടുള്ള നേച്ചേഴ്സ് വണ്ടറാണല്ലേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ടോപ്പ് മോസ്റ്റ് വ്യൂ എന്നൊക്കെ പറയാനായിട്ട്. ഇനിയും മേലോട്ട് കയറണം, നല്ല അറിയത്തുള്ളൂ ഇനിയിപ്പോൾ അടുത്തെന്താണെന്ന്. ആൾക്കാർ കപ്പിൾസ് എല്ലാം വന്ന് ഈ സ്ഥലത്തിനെ മോശമായി ചിത്രീകരിക്കുന്ന സിമ്പിളുകളാണ് നമുക്കിവിടെ കാണുന്നത്. ഒരു ഹെറിറ്റേജ് സൈറ്റിൽ നിന്നായിരുന്നു, ആരും തന്നെ അതിനെ മാനിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്നു. ഇതൊരു കപ്പിൾസ് പാർക്കായിട്ട് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിഷമം കാണുന്നത്. എൻ്റെ ഏറ്റവും ശോചനീയമായ കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ളവരെ ഇവിടുന്ന് നല്ല കർശനമായിട്ടുള്ള ഫൈൻ നിയമമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിന് 2 പില്ലേഴ്സ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ഓൾറെഡി നാശത്തിൻ്റെ പക്കത്തിലായി നിന്നിരിക്കുന്നു. കണ്ടോ, ഇവിടെയെല്ലാം എന്തെല്ലാമാണ് കുത്തി വരച്ചേക്കുന്നത്. ഒരു സാമൂഹ്യ ബോധമില്ലാത്ത കുറേ ആളുകൾ. പുറത്തുള്ള വ്യൂ ആണെങ്കിൽ അടിപൊളി, ഒന്നും പറയാൻ തന്നെയില്ല. ഏക്കർ കണക്കിന് പാടങ്ങളും വയലുകളും നല്ല കാറ്റെടുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് വ്യൂ എന്നൊക്കെ പറയാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്ര അടുത്ത് ഇനിയും മുന്നോട്ട് പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുകയാണ്. ജസ്റ്റ് വിഷ്വൽസ് എന്ന രീതി ഇവിടെ വന്നെന്ന് മാത്രം. കാഴ്ചകൾ ആസ്വദിക്കാൻ വരുന്ന എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ള ഒരു കാര്യം, സാഹസം അപകടത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പാടില്ല. എവിടെ പോയാലും നമ്മുടെ സേഫ്റ്റി നമ്മളൊന്ന് നോക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെയും നമ്മൾ മാനിക്കണം.
ഗൈസ് കണ്ടോ, ഇതാണ് പണ്ട് കാലത്ത് രാജാക്കന്മാർ ശത്രുക്കളിൽ ഇന്ന് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ച് പീരങ്കിയുടെ സ്പോട്ട്. ഇപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. പിന്നെ അങ്ങ് ദൂരെ കാണാൻ സാധിക്കുന്നത് മന്നേർ നദിയാണ്. അതിലിപ്പോൾ വാട്ടർ സ്കാർസിറ്റി കാരണം വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഗോപുരം പോലെയുള്ള ദോമിനാർ എന്ന് പറയും, 2 മിനാർ മാത്രമുള്ള ഫോർട്ട്. അതും നാശത്തിൻ്റെ ബാക്കി തന്നെയാണ്. കണ്ടോ, ഒരു പില്ലറിൻ്റെ സൈഡ് മൊത്തം പോയിരിക്കുന്നത്. ഇവിടെ പരിചയപ്പെട്ട ആൾക്കാരെല്ലാം വളരെയധികം തന്നെ ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് അടിപൊളി ഫോട്ടോസൊക്കെ അതുകൊണ്ട് കാരണം എടുക്കാനായിട്ട് പറ്റി. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഈ സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒന്നാണ്. ഇത് അണ്ടർ റേറ്റഡ് ജമ്മാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ടൈമും എനർജിക്കും വാല്യുബിളായിട്ടൊരു മെമ്മറീസാണ് തരുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്, പക്ഷേ ഇറ്റ് വാസ് വർത്ത് ദി മൊമെൻറ്റ്. ഇതിനെയാണ് മുതലക്കളെന്ന് ക്ഷേപിച്ച് എതിരാളിലേക്ക് ഇത്രയും ഹൈറ്റിൽ ഡീപ്പിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഉയരത്തിൽ ഈ വോൾസ് പണിതേക്ക് വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ മൊത്തം കാണാനായിട്ട് സാധിക്കുന്നത്. ഗൈസ്, ഞാൻ എൻ്റെ ജേണി ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. കരീനഗർ എന്നറിയപ്പെടുന്ന സിറ്റി ഓഫ് ഗ്രാനൈറ്റ് എന്നാണ്. ഈ ഫോർട്ട് മൊത്തവും ഇതിൻ്റെ 90% കൺസ്ട്രക്ഷനും ഈ ഗ്രാനൈറ്റ് സ്റ്റോൺസ് തന്നെയാണ്. ഈ ഹിഡൻ ജെം നിങ്ങൾ ആരും മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ സ്ഥലം ഇനി ഇതിനേക്കാൾ കൂടുതൽ സന്ദർശകർക്ക് എത്തിച്ചേരണമെന്നാണ്. ജേണി ഭയങ്കര അക്കംപ്ലിഷ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഫോർട്ടിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് പോയപ്പം ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്ത ഫീലായിരുന്നു എനിക്ക്.